ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലം പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഇത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് പോകുന്ന റൂട്ടിൽ കുറാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസാണിത്. ഈ സ്ഥലം അറിയപ്പെടുന്നത് ചെപ്പാറ റോക്ക് ഗാർഡൻ എന്ന് പറയുന്ന പേരിലാണ്. വലിയൊരു പാറ, അതിന് മുകളിലേക്ക് കയറിയിട്ട് നമ്മൾ അവിടെ ഭയങ്കര വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നല്ല വൈകുന്നേരങ്ങളിൽ മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലേസാണ്. മാത്രമല്ല ഇത് എൻ്റെ ഈ ഒരു ഈവനിങ് വ്ളോഗും കൂടിയാണ്. ഞാൻ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവിടെ ബസ് ഇറങ്ങി, കുറാഞ്ചേരിയിലാണെങ്കിൽ ബസ് ഇറങ്ങാറ്. അവിടെ ബസ് ഇറങ്ങിയ സമയത്ത് ഉണ്ണിയേട്ടനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു നമുക്കൊന്ന് അവിടെ വരെ പോയിട്ട് പോരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമുക്കങ്ങനെ പോവാം. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളിലും കൂടിയും ഞാനത് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് ചെപ്പാറ ഹിൽ ഗാർഡൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോക്ക് ഗാർഡൻ എന്ന് പറയുന്നത്. വളരെ അടുത്താണ്, അതായത് ഹൈവേയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോന്നാൽ എത്തുന്ന ഒരു പ്ലേസാണിത്. ഉണ്ണിയേട്ടൻ വളരെ സിമ്പിളായിട്ട് കയറി പോവുകയാണ് ഗൈസ്. നല്ല കിടിലൻ സ്പോട്ടാണ്. നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. ഒരാൾ വരുന്നുണ്ട്, കയറി വരുന്നുണ്ട്. സംഭവം നമുക്ക് ഇത്രയ്ക്കും കയറി പോകണ്ട കേട്ടോ. വണ്ടി പോട്ടെ ലൈസ. ഉഷാറിലൊക്കെയാണ് പോണത്, പക്ഷെ വയ്യാതായി ഇപ്പം തന്നെ. എൻ്റെ ഒരു ഓട്ടോ ഓടി, പക്ഷേ കതച്ചു തീർന്നു കേട്ടോ. ഇവിടെ പണ്ട് അതിപുരാതനമായ കുറേ മുനിയറകളും കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ചെപ്പാറ കേവ് എന്ന് പറഞ്ഞിട്ട്. വളരെ ബ്യൂട്ടിഫുൾ ഒരു പീക്ക് പോയിൻ്റാണ് അത് അവിടെ. ഇതിന് മുകളിലേക്ക് മുമ്പ് സൈക്കിൾ സ്കൂട്ടറൊക്കെ ഓടിച്ച് കയറ്റിയിരുന്നു, ബൈക്ക് റൈഡേഴ്സൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അവിടേക്ക് നോട്ട് അലൗഡാണ്. ഓക്കെ, ഈ സ്ഥലമാണ്. കപ്പിൾസിനൊക്കെ വരാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ തന്നെ ഫാമിലി ആയിട്ടൊക്കെ വൈകുന്നേരങ്ങളിൽ വന്നിട്ടിരിക്കാൻ നമുക്കൊരു മൈൻഡൊക്കെ ഫ്രഷ് ആവാൻ പറ്റുന്ന സ്ഥലമാണ്. കാരണം ഇപ്പോൾ തന്നെ നല്ല കാറ്റ് വീശുന്നുണ്ട്, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ. നല്ല എന്താ പറയുക, മൈൻഡ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു ഒന്ന് ഇവിടെ കയറിയിട്ട് പോകാം, നമുക്ക് ഇവിടെ ഒന്ന് ഇതായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഒരുപാട് ഫാമിലീസൊക്കെ ഇവിടെ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ കുറച്ച് നേരം ഫ്രീ ആവാൻ വേണ്ടിയിട്ട് വന്ന കുറേ ഫാമിലീസ് ഉണ്ട്. അടിപൊളി സ്ഥലമാണ്, അടിപൊളി വ്യൂ ആണ്. ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു സ്പോട്ടാണ്. അതുപോലെ തന്നെ ഇവിടേക്ക് കയറാനായിട്ട് വേറെ ടിക്കറ്റോ ചാർജുകളൊന്നും തന്നെ ഇല്ല. പിന്നെ ഇവിടെ വളരെ നല്ല സ്പോട്ടും വളരെ നല്ല കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഈവനിങ് ടൈം വന്നിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ്. ഹായ് ഗൈസ്, ഇതാണ് ചെപ്പാറ, തൃശ്ശൂർ ജില്ലയിലെ അത്താണിയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ, മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് അത്താണിയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ബ്യൂട്ടി സ്പോട്ടിലേക്കുള്ള ദൂരമുള്ളൂ. നമുക്ക്
ഈസി ആയിട്ട് ഇവിടേക്ക് എത്തിച്ചേരാം. സംഭവം ബസ് റൂട്ടില്ല, പ്രൈവറ്റ് വെഹിക്കിൾ, അതായത് നമുക്ക് ബൈക്ക്, കാറ് അങ്ങനെയുള്ളവർക്ക് മാത്രം പെട്ടെന്ന് എത്തിച്ചേരാവുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഈവനിങ് ഇവിടെ വൈബ് പറഞ്ഞാൽ വേറൊരു ഫീലിംഗ് ആണ്. നിങ്ങൾ നോക്കി നോക്ക്. ഇവിടുത്തെ വീഡിയോയുടെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് ആസ്വദിക്കുക തന്നെ വേണം. പ്രത്യേക വൈബ് പറഞ്ഞാൽ പ്രത്യേക വൈബ്. നോക്കി നോക്കും, ഞാൻ മുടിയൊക്കെ സ്ട്രൈറ്റൻ ചെയ്താണ്, പക്ഷേ ഇവിടുത്തെ കാറ്റ് പോയിപ്പെടാം, മുടിപ്പോൾ തന്നെ ഇവിടെ തന്നെ വരും. അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ തന്നെ ഉള്ളത്. വളരെ മനോഹരമായൊരു സ്ഥലം പറഞ്ഞാൽ വളരെ മനോഹരമായ സ്ഥലം തന്നെ. ഫുള്ളൊരു ഒറ്റ പാറയാണ് കേട്ടോ. അതാണ് മെയിൻ ഹൈലൈറ്റ് ഇവിടെ. ചെപ്പാറ എന്ന് പറഞ്ഞത് കുറേ പാറകളുടെ ഒരു വലിയ പാറ, അതായത് ഏകദേശം 100 ആണ്ടോളം പഴക്കമുള്ളൊരു പാറയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ചെപ്പാറ ഹിൽ ഗാർഡൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു പാറ. ആ പാറ അങ്ങനെ നീണ്ട് കിടക്കുകയാണ്. വളരെ ബ്യൂട്ടി ആയിട്ടുള്ള, വളരെ എന്താ പറയുക, കാമായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് കപ്പിൾസിനും ഫാമിലീസിനും ഒക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ, നമുക്ക് മൈൻഡൊക്കെ ഒന്ന് കൂളാക്കാനും റിലാക്സ് ആക്കാനൊക്കെ പറ്റുന്ന ഒരു കിടന്ന സ്പോട്ടാണ്. അപ്പോൾ അതായത് അധികം ഹൈവേന്ന് അധികം ദൂരമൊന്നുമില്ല, പക്ഷേ ബസ് റൂട്ട് ഇല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് വെഹിക്കിളിൽ തന്നെ വരണം. പിന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. ടൈം 6:30 അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. വീട്ടിലെ മോനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം കണ്ട് പോകാൻ ഇറങ്ങുകയാണ്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാനാണ്. പിന്നെ മോനും അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ ഗൈസ്, നമ്മളിവിടുന്ന് ഏതാണ്ട് ഇപ്പോഴും ഈ സമയത്ത് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങുകയാണ്. കയറുന്നതിനെക്കാട്ടി എളുപ്പമെന്ന് വിചാരിക്കുന്നുണ്ട് ഇറക്കം. ഇതാണ് അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി ഇവിടെ ആളുകൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഇറങ്ങാനും കയറുന്നാനും ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു കൈവരിയൊക്കെ പാറയിൽ ബ്രിഡ്ജ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നോക്കാം. ഞങ്ങളുടെ ബൈക്ക് അവിടെ ഉണ്ട്. ഹെൽമെറ്റ് അവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഒരാളിതവിടെ ഹീലുള്ള ചെരുപ്പായതുകൊണ്ട് അത് ഊരിയിട്ടിട്ട് വേണം നടക്കാമെന്ന് പറയുന്നു. അന്ന് ഇതുണ്ടാകുന്നില്ലല്ലോ. ഞങ്ങളങ്ങനെ താഴെ ഇറങ്ങി. താഴെ തന്നെ ഒരുപാട് ചായക്കടകളുണ്ട്. അപ്പം ഞങ്ങൾ 2 കാപ്പിയും അതുപോലെ തന്നെ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് അച്ഛനും അമ്മയ്ക്കും മോനുള്ള ഫുഡൊക്കെ വാങ്ങി. അപ്പോൾ നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ചേലക്കരയിലേക്കോ വടക്കാഞ്ചേരിയിലേക്കോ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഈവനിങ് ടൈമിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്ന നല്ല സ്ഥലമാണ്. ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും ഒക്കെ വന്നിരിക്കാൻ പറ്റുന്ന അടിപൊളി പ്ലേസാണ്. അപ്പോൾ എല്ലാവരും വരിക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.